ഒരു മുറി തേങ്ങ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് പാലെടുക്കുന്നുണ്ട്. 1-2 തവണയായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് ഒരു 1.5 കപ്പോളം പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ 1/2 കപ്പ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ തേങ്ങാപ്പാൽ മിക്സ് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് ചൂടാക്കി എടുക്കാം. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കോൺഫ്ലോർ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. കൈ വിടാതെ തന്നെ ഇളക്കണം. അപ്പോൾ കട്ടയൊന്നും കൂടാതെ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നെയ്യ് ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ തന്നെ സെറ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ വെക്കുമ്പോഴേ തന്നെ നല്ലതുപോലെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള പുഡിങ്ങാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.